വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ ഇന്ന് വൈകിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പ്രത്യേകതരം ഫിഷാണ്. നെയ്മൂറ എന്ന് പറയുന്ന ഒരു ഫിഷാണ് ഇപ്പോൾ നമ്മൾ ബാർബിക്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മുടെ വൈഫ് അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്ന് പറഞ്ഞോളാം. കട്ട് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ കുറച്ച് നാരങ്ങ വെക്കണം. ഒന്നും പത്തനയ്ക്ക് മുഴുപ്പ് വരാതിരിക്കാൻ വേണ്ടി. പിന്നെ മുളക് പൊടി എല്ലാം ചേർത്ത് മാരിനേറ്റ് ചെയ്ത് 4 മിനിറ്റ് ഫ്രിഡ്ജ് വെച്ചിട്ട് അതുപോലെ നല്ല സെറ്റായി ഗ്രില്ലൊക്കെ ചൂടാക്കി നമ്മൾ ഗ്രില്ലിലേക്ക് മാരിനേറ്റ് ചെയ്ത സാധനത്തെ നമ്മൾ ഇവനെ എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് അടുക്കുകയാണ്. നോക്കണം, അടുക്കുന്നതിനൊരു സ്റ്റൈലുണ്ട്. നോക്കണം, പിന്നെ ഇങ്ങനെ നിരത്തി അങ്ങോട്ട് വെക്കണം. അത് നോക്കി നോക്കി ഞങ്ങളുടെ മെയിൻ ഞങ്ങൾ ബെർഗിങ്ങാമോ സൗത്ത് ഇന്ത്യൻ മാത്രം ചെയ്യുന്ന സൗത്ത് ഇന്ത്യൻ മെയിൻ ഷെഫാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു അനലൈസ് ചെയ്തിരിക്കുന്ന ഫോയിൽ മാജിക്കാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബാർബിക്യൂവിൻ്റെ ഏതാണ്ടൊരു പൂർണ്ണഘട്ടത്തിലേക്ക് എത്തുകയാണ്. അവിടെ ഞാൻ അമേരിക്കയിലായിരുന്നപ്പോൾ ഇതുപോലെ ഞങ്ങളിങ്ങനെ ബാർബിക്യൂ ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേ നാളായി ഇത് ചെയ്തിട്ട് ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് പ്രത്യേക നെയ്മൂറ അല്ല, സീബ്രാം എന്ന് പറയുന്ന ഒരു മീനാണ്. നെയ്മൂറ മാറ്റി ഇനി നമുക്ക് നോക്കാം. ലെറ്റ്സ് ട്രൈ. ഓക്കെ, നമുക്കിപ്പോൾ ഇവനെ തിരിച്ചിടാം. ഓക്കെ, ഒരു സൈഡ് വെന്തിട്ടുണ്ടോ എന്നുള്ള പ്രതീക്ഷ ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണഘട്ടത്തിലേക്ക് ആയിരിക്കുകയാണ്. അപ്പം നമുക്കിവനെ എടുത്തിട്ട് നമുക്ക് പയ്യെ പാത്രത്തിലേക്ക് മാറ്റാം. ഇതിന് ശേഷം നമ്മളൊരു സ്ലൈസ് ഓഫ് ലെമൺ ജസ്റ്റ് സ്ക്വാഷ് ഇറ്റ്. ഓക്കെ, സ്റ്റേ വാച്ച്. ഇനി അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോണേ സ്കോച്ച് ബീഫാണ്. ബീഫ് ബർഗർ. അതിന് വേണ്ടിയിട്ട് ബീഫിൻ്റെ പാറ്റി ഫ്രോസൺ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ നല്ല ഗ്രില്ല് ചെയ്തിട്ട് നമ്മുടെ മാർട്ടിനീറ്റിനെക്കാളും ബർഗറിനെക്കാളും സൂപ്പർ സാധനമാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യേണ്ടത്. കിഡ്സിന് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ബർഗറാണ്. ഇങ്ങനെ പ്ലേസ് ചെയ്യുന്നത് വളരെ ശ്രദ്ധിക്കണം. പ്ലേസ് ചെയ്യുമ്പോൾ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് പിടിച്ചിട്ട് റൈറ്റ് ഹാൻഡ് പിടിച്ചിട്ട് നമ്മൾ പിടിക്കണം. ട്രൈ ചെയ്യാത്തൊരു നാളെ ട്രൈ ചെയ്യണം. നല്ല നാളെ ട്രൈ ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇപ്പം നമ്മളിപ്പോൾ മീൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി. ആദ്യം നമ്മുടെ മെയിൻ ഷെഫ് ഇവിടെ എത്തിയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് ഷെഫ് എങ്ങനെയുണ്ട് ഷെഫ്? ഇത്